വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഹെയർ കെയർ വീഡിയോ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെയർ കെയർ വീഡിയോ. പക്ഷേ ഹെയർ കെയർ വീഡിയോ ചെയ്യേണ്ട തരത്തിൽ ഞാൻ ആളായോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡിലേ ആക്കിയത്. പക്ഷേ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്സിലൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഹെയറിന് എന്താണ് ചെയ്യുന്നത്, എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇൻടേക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ എന്നൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ അധികം വളർത്താറുണ്ടായിരുന്നില്ല ഇതുവരേക്കും. ഷോൾഡറിന് താഴേക്ക് വരെ വരുമ്പോൾ ഞാൻ ഒരുപാട് കട്ടുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ. ബോബ് കട്ട്, ക്രോപ്പ് കട്ട്, ഡയാന കട്ട്, യു കട്ട്, വി കട്ട്, ലെയർ കട്ട്, അങ്ങനെ ഒരുപാട് കട്ട്സ് എല്ലാം 90s ടൈമിൽ ഞാൻ ഒരുപാട് കട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഹെയറാണിത്. അപ്പോൾ അതുകൊണ്ട് ഷോൾഡറിന് താഴേക്ക് ഞാൻ ഇതുവരെ ഗ്രോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോലും എന്നെ തന്നെ കണ്ടിട്ടില്ല അങ്ങനെ ഹെയർ ഗ്രോത്ത് ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഓർമ്മയിലില്ല. അതുപോലെയാണ് എന്നെ കൂടുതൽ അറിയുന്നവർക്കും അറിയാം, ഞാൻ അങ്ങനെ ഹെയർ ഗ്രോത്ത് ചെയ്തിട്ട് ഇതാരും കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് വളർന്ന ഹെയർ ഒന്നും അല്ല. അപ്പോൾ എനിക്ക് ചെറിയ ടിപ്സ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, അതായത് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഷോൾഡറിന് താഴേക്ക് ഹെയർ ഗ്രോ ആകുമ്പോൾ ഞാൻ പാർലറിൽ പോയി കട്ട് ചെയ്യും. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം, അതായത് അടുത്തിടയ്ക്കായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പുതിയൊരു പാർലർ ഞാൻ മാറ്റി പിടിച്ചു. അവിടെ പോയപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്, നല്ല ഹെയർ ആണ്, അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട, ഞാൻ ജസ്റ്റ് ഒരു സ്പാ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്രോ ആകട്ടെ, അപ്പോൾ വേണമെങ്കിൽ ലെയർ കട്ട് ചെയ്ത് തരാം, അപ്പോൾ നല്ല ബൗൺസ് ചെയ്ത് കിടക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴും എൻ്റെ മൈൻഡിൽ കട്ട് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നു, കട്ട് ചെയ്തില്ല, അവർ ജസ്റ്റ് സ്പാ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ ആ ബാക്ക് മിററിൽ ഇങ്ങനെ കാണിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ എങ്ങനെ കിടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അത് കട്ട് ചെയ്ത് അത് ഹെയർ സ്പാ ചെയ്തതിന് ശേഷം ഒരുപാട് പേർക്ക് ഇഷ്ടമായി. കട്ട് ചെയ്യണ്ട അങ്ങനെ കുറേ പേര് എന്നോട് പറയാൻ തുടങ്ങി. പിന്നെ ഒരുപാട് പേര് പറയാൻ തുടങ്ങി, എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല, മുടി ഹെയർ ലോസ് ആണ്, അല്ലെങ്കിൽ മുടിക്ക് തിക്നെസ് ഇല്ല, അങ്ങനെ ഒരുപാട് പേര് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലായത്. അതായത് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും അവരുടെ നല്ല പ്രായത്തിൽ നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചീഫ് ഗസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ എൻ്റെ ചേച്ചീനെയാണ് അവർ 2 ഭാഗത്ത് മുടിയൊക്കെ പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തുന്ന കുറച്ച് പേരുണ്ട്. അവരിൽ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അത് ഈ മുടിയുടെ ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്നെ സെലക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അന്നൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, പോയിക്കട്ടല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് കുത്തിയിട്ട് മുല്ലപ്പൂ ഇങ്ങനെ ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മുല്ലപ്പൂ വയ്ക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെയൊന്നും ഇവർക്ക് ചീഫ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ലിസ്റ്റിലൊന്നും ഞാൻ വിടാറില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, മുടി വളർത്തിയാൽ നിന്നെയും സെലക്ട് ചെയ്യും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുടി വളർത്തുമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതൊരു ഹെറിഡിറ്ററി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും നല്ല മുടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അതുവരെ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല വളരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ചാൻസിൽ ഞാൻ അങ്ങനെ ജസ്റ്റ് ഐ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്, ഓക്കെ വളരട്ടെ എന്നുള്ള രീതിയിൽ വിട്ടപ്പോൾ അത് വളരാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ, അതായത് നമ്മൾ മുടി വളരുന്നില്ല, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോണു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രീംസൊക്കെ വാരി തേക്കുക, അല്ലെങ്കിൽ കണ്ണി കണ്ട എണ്ണയൊക്കെ വാരി തേക്കുക, എന്തെങ്കിലും പരസ്യമൊക്കെ കണ്ടിട്ടൊക്കെ വാരി തേക്കുക, ഇതൊക്കെ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് അങ്ങനെ ഹെയർ ഓയിൽ ഇതൊക്കെ തേച്ചിട്ടൊക്കെ മുടി വളരുന്നുള്ളതിനോട് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നില്ല. അത് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സാധനവും എൻ്റെ മുടിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഹെറിഡിറ്ററി. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ മാതിരി സ്ട്രെസ് അടിക്കാതിരിക്കുക. മുടി പോകണമെന്ന് പറഞ്ഞ് സ്ട്രെസ് അടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മുടി പിന്നെയും പോവുകയുള്ളൂ. സ്ട്രെസ്സും ഒരു മെയിൻ ഫാക്ടറാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും മുടി പോയാൽ എന്താ പോട്ടെ, അത് ഞാൻ പോയി കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യും, അത്രയും മാത്രം വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു. എനിക്കിപ്പോൾ എനിക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും ഒബ്വിയസ്ലി കൊഴിയുന്നുണ്ട്. അപ്പോൾ എനിക്കും അത്യാവശ്യമൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഞാനും അങ്ങനെ ഒരുപാട് കൊഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോയി കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് കുറവെന്ന് വെച്ചാൽ അതിന് നമ്മൾ സ്റ്റൈൽ ചെയ്തെടുക്കും, അത്ര തന്നെ. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ട് ദുഃഖിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇൻടേക്ക് എന്ന് പറയുന്നത്, അതായത് ഫുഡ് കണ്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ അറിയാണ്ട് കഴിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട് കഴിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഗൂസ്ബെറി. ഗൂസ്ബെറി ഞാൻ എവിടെ കണ്ടാലും വാങ്ങുമെന്നും, എനിക്ക് ചമ്മന്തി അരിക്കും, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ വെറുതെ കഴിക്കും, ജസ്റ്റ് സോൾട്ട് ഇട്ടിട്ട് വെറുതെ കഴിക്കുക, അങ്ങനെ കഴിക്കുന്നൊരു സാധനമാണ്. പിന്നെ കറി ലീവ്സ് ഞാൻ മാക്സിമം എല്ലാത്തിലും ഉൾപ്പെടുത്താറുണ്ട്. കറി ലീവ്സ് ഞാൻ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിലൊക്കെ ഞാൻ 1-2 ഒക്കെ ഇടാറുണ്ട്. നമുക്ക് അങ്ങനെയും കഴിക്കാം. പിന്നെ നട്ട്സ്, ഡേറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഓർഗൻസിനൊക്കെ നല്ല ഒരു സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെ അറിയാണ്ട് വന്ന് പെട്ടുപോയതായിരിക്കും, അതൊന്നും എനിക്കറിയാം. അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതർവൈസ് നമ്മളെപ്പോഴും ബേക്കറി ഐറ്റംസും അല്ലെങ്കിൽ അല്ലാത്ത സാധനങ്ങളൊക്കെ വലിയ ഗുണമൊന്നും ബോഡിക്ക് ഇല്ലാത്ത സാധനങ്ങൾ വെറുതെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസും കുറേ ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ വി ഹാവ് ടു ലവ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതും ഒരു ഇതിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ ഉള്ള കാര്യം, ഞാൻ ഫിസി ആയിട്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജ് ചെയ്ത്, ലൈറ്റായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് സമയം കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ട് പിന്നെ ഞാൻ കെമിക്കൽ ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഷാമ്പു മാത്രമല്ല, ഞാൻ സോപ്പും കെമിക്കൽസ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. സോപ്പിലായാലും ഞാൻ ആയുർവേദ കഷായ സോപ്പ് അങ്ങനെയുള്ള സോപ്സൊക്കെ കഴിയുന്നതും ഹാൻഡ് മെയ്ഡ് സോപ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതുവരെ ഞാൻ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല, സത്യമാണ് പറയുന്നത്. ഞാൻ കുറേ വർഷമായി, വർഷം എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ്. ഞാൻ കെമിക്കൽസ് ഉള്ള ഒരു സോപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഖത്തറിൽ വരുമ്പോൾ അവിടെയുള്ള കുറേ പാക്ക് ഓഫ് സോപ്സ് ഉണ്ടല്ലോ, ലക്സിൻ്റെ അല്ലെങ്കിൽ റെക്സോണ, അല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ യാഡ്ലി, ഇങ്ങനെ കൊണ്ടുവന്നാലും ഞാൻ അതൊന്നും തൊടാറേ ഇല്ല. ഞാനതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ മേ ബി അതൊക്കെ ആയിരിക്കാം നമുക്ക് എന്തോ അതൊരു കോയിൻസിഡൻറ്റ് മാതിരി ഞാൻ ഇഷ്ടപ്പെടുന്നത് നല്ല കാര്യമായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ്. ഇനിയും എനിക്ക് വേറൊരു ചെറിയൊരു കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓയിൽ എന്ന് പറയാൻ പറ്റില്ല, ഓയിൽ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ചെറിയൊരു ടോണിക്ക് പോലൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു 4-5 ഐറ്റംസ് ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് 1 വീക്ക് വരെയുള്ളൂ ഷെൽഫ് ലൈഫ്. ഡെയിലി തേക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനത് കുറച്ച് പേർക്ക് ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് കുറേ പേര് അത് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തത് ഫ്ലാക്സ് സീഡ്സ് ആണ്, ഒരു പിടി. കറിവേപ്പില ഒരു പിടി. വെന്തയം കുറച്ച്, 1 ടേബിൾ സ്പൂൺ. കരിഞ്ജീരകം ഇതും 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട്, വേണമെങ്കിൽ ഗൂസ്ബെറി ഇടാം, അല്ലെങ്കിൽ ഹിബിസ്കസിൻ്റെ ലീവ്സ്, ഇത്രയും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ, അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചിട്ട് അതൊരു 1/4 ഭാഗം ആകുന്ന വരെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് ഒന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് ആ വെള്ളം അതിനെ എടുത്തിട്ട് അരിച്ചെടുക്കുക. അതിനെടുത്തൊരു ബോട്ടിലാക്കുക. 1 വീക്ക് വരെ ഷെൽഫ് ലൈഫ് ഉള്ളത്. കഴിഞ്ഞാൽ പിന്നെ അതിന് വേറൊരു ഫോൾ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ആ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി കേട്ടോ, 1 വീക്ക് വെച്ചിട്ട്. അത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ അത് ബൈ ചാൻസ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ താഴെ കൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴെ കൊട്ടിയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് തുടച്ചു. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് കളറിലൊരു സ്റ്റെയിൻ കിടക്കണം. അത് പോണേയില്ല. എത്ര നാളായതറിയാം പോകണില്ല. അപ്പോൾ അതിന് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തലയിൽ തേച്ച് എനിക്ക് തോന്നുന്നു അത് നല്ല ബ്ലാക്കായിട്ട് തലയിൽ കിടക്കുന്നതാണ് എനിക്കും തോന്നുന്നത്. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സമയക്കുറവ് കാരണം ഉണ്ടാക്കാറില്ല. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് 1-2 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തേക്കാൻ സമയമില്ല, പക്ഷേ അവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു കാര്യം ചെയ്യാവുന്നതാണ്. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല, പ്രോബ്ലംസ് ഇല്ലാത്തവരാരുമില്ല. അതെല്ലാം കാലം പോകെ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുക. അതിലിങ്ങനെ സ്ട്രെസ് അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സ്കിന്നിനും ദോഷമാണ്, നമ്മുടെ കണ്ണിനും ദോഷമാണ്, മുടിക്കും ദോഷമാണ്, എല്ലാം നമ്മുടെ ഓർഗൻസിനും ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യുക. ബാക്കിയെല്ലാം ദൈവം കാണും.
പ്രയർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നൊക്കെ പറയണത് വെറുതെ ഒന്നുമല്ല. അതൊക്കെ ചെയ്തേ പറ്റൂ. അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് ആയിട്ട് എന്ന് പറയുന്നത്. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യുക. പക്ഷേ കഴിക്കുമ്പോൾ നല്ലോണം ഇരുന്ന് കഴിക്കാതിരിക്കുക, ലിമിറ്റഡായിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വരുന്ന തടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് എല്ലാം കഴിച്ചിട്ട് വരുന്ന തടികളൊന്നും അല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ഈ ചിലവർക്ക് ഫുഡിൻ്റെ ആയിരിക്കില്ല, ചിലവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞിട്ട്. അവർ പറയുന്നുണ്ട് അവരുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആ പിഗ്മെൻറ്റേഷൻ്റെ അവർ പല ഡോക്ടേഴ്സിനെയും കണ്ടു, പല സ്കിൻ ഡോക്ടേഴ്സിനെയും കണ്ടു, കുറേ പേർക്ക് പൈസ ചിലവായി. പക്ഷേ ഫൈനലി അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അവർക്ക് കിഡ്നിയിൽ എന്തോ കിഡ്നി അല്ലെങ്കിൽ ലിവറാന്ന് തോന്നുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഐ ഫോർഗോട്ട്, എൻ്റെ മെമ്മറി ശരിയാണോന്ന് അത്ര അറിയില്ല, കുറച്ചായി കണ്ടിട്ട്, അതുകൊണ്ടാണ്. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോൾ അതാണ് അവർ ട്രീറ്റ് ചെയ്ത് മാറ്റിയത്. അപ്പോഴത്തേക്ക് അവരുടെ ഫേസിലുണ്ടായിരുന്ന ആ പിഗ്മെൻറ്റേഷൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ശരി, എന്താണ് അത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആവണമെന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ വെളിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇൻടേക്ക് നമ്മുടെ ഫുഡിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കർമ്മങ്ങളിലും ചിന്തിക്കുന്നതും എല്ലാം നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഹെയറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി പൈസ ചിലവാകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് ഡബിൾ ആവുക ചെയ്യുന്നത്. എന്താണെന്നറിയോ, ഇതത്രയൊക്കെ വാങ്ങിച്ച് ചെയ്തിട്ടൊന്നും ആവുന്നുമില്ല, ശരിയാവണമില്ല എന്ന് മാത്രമല്ല, എത്ര പൈസ ഇതിനു വേണ്ടി നഷ്ടപ്പെട്ടതെന്നും കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ്സും ഉണ്ടായിരുന്ന ടെൻഷനും ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബി കെയർഫുൾ. ഇത്രയൊക്കെ എനിക്ക് ടിപ്സ് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെറിഡിറ്ററി ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ബി ഹാപ്പി, അത്രയേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്ട്രെസ് അടിച്ച് മുടി പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ട്രെസ് അടിക്കാണ്ടിരിക്കുക. പിന്നെ ഉള്ളത് നല്ല ഫുഡ് കഴിക്കുക, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും കാൽസ്യം, വിറ്റാമിൻ, ഒമേഗ അതെല്ലാം നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു ചാർട്ടാക്കിയിട്ട് അതിനെ സ്നേഹിക്കാൻ തുടങ്ങുക, അങ്ങനെയുള്ള ഫുഡിനെ സ്നേഹിക്കുക. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞു തന്ന ചെറിയൊരു ടിപ്പ്, ആ ഒരു ടോണിക് ഉണ്ടാക്കുക. അത് വേണമെങ്കിൽ തേച്ച് നോക്കാം. ഹെയർ കെയറിന് പ്രത്യേകം ആവശ്യമുള്ളത് ഹെയർ എപ്പോഴും നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹാർഡ് വാട്ടർ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നല്ല സ്ഥലത്തൊന്നും നല്ല വെള്ളമൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈനൽ വാഷെങ്കിലും മിനറൽ വാട്ടറിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഹെയർ എപ്പോഴും ഡ്രൈ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നനഞ്ഞിരിക്കുന്ന സമയത്ത് കെട്ടി വെക്കാണ്ടിരിക്കുക. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വയ്ക്കുക, വൃത്തിയായി കെട്ടി വയ്ക്കുക. പിന്നെ ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കുക. ഇതൊക്കെ തന്നെയാണ് ഹെയറിനുള്ള ടിപ്സ്. കഴിയുന്നതും നല്ല വെള്ളമില്ലാത്ത സ്ഥലത്ത് മിനറൽ വാട്ടർ ലാസ്റ്റ് വാഷിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും കോംപ് ചെയ്ത് നീറ്റായി കിടക്കുന്നതിന് മുമ്പ് വൃത്തിയായി കെട്ടി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെയർ കെയർ ടിപ്സ് എനിക്ക് തരാനുള്ളത്. ഇതിനേക്കാളും വലിയ സ്പെഷ്യലിസ്റ്റുകാരും അല്ലെങ്കിൽ വലിയ ഇതിൻ്റെ ഡോക്ടേഴ്സൊക്കെ, സ്കിൻ ഡോക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസൊക്കെ വേറെ മാതിരി ആയിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.